ഹലോ, ഇന്നത്തെ എൻ്റെ ഡിന്നർ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്താലോ, എന്തെങ്കിലും കുഞ്ഞായിട്ട് പ്രിപ്പയർ ചെയ്താൽ. കാരണം എനിക്ക് എപ്പോഴും കുറച്ച് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് വീട്ടിലുള്ള എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മിൽക്ക് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിനകത്ത് കുറച്ച് ഏത്തപ്പഴം, പാല്, തേന്, ബട്ടർ, ബ്രെഡ് ഇത്രയും വെച്ച് സാധനം വെച്ച് നമുക്ക് സാധനം പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് പാൻ ചൂടായിട്ട് അതിലേക്ക് ലേശം ബട്ടർ ഇടുക. അത്യാവശ്യം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത് ബ്രെഡ് ഇടാം. പുറമേ പാലൊഴിക്കാം. 2-3 സ്പൂൺ നമുക്ക് ഒഴിക്കാൻ കഴിയും. പക്ഷേ അതിൽ കൂടി പോരുത്, കാരണം നമുക്കത് മറിച്ചിടാനുള്ളതാണ്, റോസ്റ്റ് ചെയ്യണം. അത് കാരണം കുറച്ച് റോസ്റ്റ് മൊരിഞ്ഞൊക്കെ വരാനുള്ളതാണല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചട്ടിയാവും. കാരണം തിരിച്ചിട്ടിട്ട് നമുക്ക് പാലൊഴിച്ച് നമുക്ക് കുതിർക്കണം. അത്യാവശ്യം കുതിർന്ന് പോകാനും പാടില്ല. പിന്നെ നമ്മളത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ കഴിയും. അതിനുശേഷം നമ്മുടെ പാൻ ഫ്രീ ആയി പാനിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ഇടുക. എന്നിട്ട് നമുക്ക് ബനാനയുടെ റോളാണ് ഗൈസ്. ബനാന നമ്മൾ പീസായിട്ട് കട്ട് ചെയ്തേക്കണം, നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അത് കുറച്ച് സമയം എടുക്കും. പിന്നെ ഞാനിത് പ്രിപ്പയർ ചെയ്യണ കാരണം അച്ഛൻ എനിക്ക് കൂട്ട് വന്നിരുന്നത് ഗൈസ്. അപ്പോൾ അതാണ് ജസ്റ്റ് അവിടെ പോയി ശല്യപ്പെടുത്തിയിട്ട് വന്നപ്പോഴത്തേനും ബനാനയൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും നോക്കില്ല, ഈ റോസ്റ്റായ ബനാന പീസസ് എടുത്ത് നമ്മുടെ ബ്രെഡിലേക്ക് ഇട്ടു. ഉള്ളിലും മുകളിലും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് തേൻ ഒഴിച്ചു കൊടുക്കാം ഗൈസ്. തേനൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റ് സാധനമാണ്. അങ്ങനെ ഇതുകൂടെ കഴിച്ചപ്പോഴാണ് എൻ്റെ ഡിന്നർ ശരിക്കും പൂർത്തിയായത് ഗൈസ്. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ബൈ ബൈ.